ചേട്ടാ കയറിക്കോ പോണതേ. അപ്പൊ ഇത് തട്ടാതൊക്കെ നോക്കണം. ഒരു വണ്ടി ഡ്രൈവർ ഹെവി വണ്ടി ഓടിക്കാന്ന് പറഞ്ഞാൽ ഒരു ജീപ്പിന്റെ പോലെയൊക്കെ ഭയങ്കര വലിയ ക്യാബിനായിരുന്നു. ഇപ്പൊ അതൊക്കെ ഒഴിവാക്കി ഇപ്പൊ സിമ്പിളായിട്ട് ഇതുപോലത്തെ ക്യാബിനാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത്. ചിറമേലി ഗ്രൂപ്പിന്റെ ഓണർ അതുപോലെ തന്നെ ഇതിലുള്ള ക്രൂ മെമ്പേഴ്സ് ഒക്കെ കേട്ടോ. ഇതൊക്കെ നമസ്കാരം, വണ്ടിമച്ചാന്റെ പുതിയ വീഡിയോയിലേക്കും സ്വാഗതം. അപ്പൊ ഞാനിപ്പോൾ ഉള്ളത് തൃശ്ശൂർ ജില്ലയിൽ വേലൂരാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണ വണ്ടി ചിറമേലി ഗ്രൂപ്പിന്റെ ഒരു വണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഇതും AATP വണ്ടിയാണ്, 12 മീറ്റർ വണ്ടിയാണ്. റീസെന്റ് സമയത്ത് ഇറങ്ങിയ വണ്ടിയാണ്, പുതുപുത്തൻ വണ്ടിയാണ്. അപ്പോൾ അതിന്റെ വീഡിയോ വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോണത്. കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ വണ്ടിമച്ചാന്റെ പുതിയ വീഡിയോയിലേക്കും സ്വാഗതം. അപ്പോൾ ഇതാണ് നമ്മുടെ ചിറമേലി ഗ്രൂപ്പിന്റെ പുതിയതായിട്ട് ഇറക്കിയിട്ടുള്ള വണ്ടി കേട്ടോ. സെഡസ്ത്ര കൗളിലാണ് ഈ വണ്ടി വന്നിട്ടുള്ളത്. അതിന്റെ ഫ്രണ്ട് ലുക്ക് കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് വന്നേക്കുന്നത്. നമ്മൾ സ്ഥിരമായിട്ട് പറയുന്ന ഓരോ കാര്യങ്ങളാണ് സെഡസ്ത്ര മോഡല് കൗള് 12 മീറ്റർ എന്ന്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് അറിയേണ്ടായിരിക്കും 12 മീറ്റർ വണ്ടികൾ കൂടുതൽ തൃശ്ശൂരാണ് ഇറങ്ങിയേക്കുന്നത്. 12 മീറ്റർ വണ്ടികൾ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഐനിക്കിൽ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ള ഐനിക്കിൽ ഗ്രൂപ്പിന്റെ പുതിയൊരു വണ്ടി വന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഡെറാഡോ വന്നിട്ടുണ്ട്. ഡെറാഡോ തൃശ്ശൂരല്ല, കൊല്ലത്താണ്. അല്ല പറയാണ്, AATP ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഇഫൻജിസിന്റെ വണ്ടിയുണ്ട്. അങ്ങനെ ഒരുപാട് വണ്ടികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ കൂട്ടത്തിൽ ഇപ്പോൾ വേലൂര് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നമ്മുടെ മണിമലർക്കാവ് അമ്മയുടെ തിരുസന്നിധിയുടെ അടുത്താണ് ഇവരുടെ സ്ഥലം വരുന്നത്, വേലൂര്. അപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ വേലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരുപാട് പള്ളികളും എല്ലാം ഉള്ള അമ്പലങ്ങളും പൂരങ്ങളൊക്കെ ഉള്ള നാട്ടിലാണ് നമ്മൾ, വേലകളൊക്കെ ഉള്ള നാട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇതാണ് വണ്ടിയുടെ ഫ്രണ്ട് കവള് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ലുക്ക് കാര്യങ്ങളൊക്കെ ഇതുപോലെയാണ് വന്നേക്കുന്നത്. ചിറമേൽ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഒരു മെൻഷൻ ചെയ്തിട്ടാണുള്ള കൊടുത്തേക്കുന്നത് കേട്ടോ. ഇന്ന് നല്ല മഴയുള്ള ദിവസമായിരുന്നു, പക്ഷേ ഞാൻ എടുക്കുന്നത് ഉച്ച നേരത്താണ്. ഇപ്പം നല്ല വെയിൽ വന്നു. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് എടുത്ത് അവസാനിപ്പിക്കുകയും ചെയ്യാം. പിന്നെ സ്ഥിരമായിട്ട് നമ്മൾ പറഞ്ഞ ഓരോ കാര്യങ്ങളാണ് ഇതിൻ്റെ ലുക്കിനെ കുറിച്ചിട്ടൊക്കെ. നമ്മൾ അതിലേക്കൊന്നും കിടക്കണില്ല. ഇന്ന് എടുക്കുന്ന രീതിയും കുറച്ച് വ്യത്യാസമായിട്ടാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞ കാര്യം പറഞ്ഞ് വെറുപ്പിച്ചിട്ട് കാര്യമില്ലല്ലോ. ഹെഡ് ലാംപ്സ് ഉണ്ട്, പിന്നെ അതുപോലെ 3 പോർട്ടർ ഹെഡ് ലാംപ്സ്, പ്രകാശിൻ്റെ ലൈറ്റ് ഒരു എംബളം കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത് ഹെഡ് ലാംപ്സ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊന്നും പ്രത്യേകിച്ച് പറയാനോ ഒന്നുമില്ല. പക്ഷെ നമ്മളെന്താ ഒരു ടൂറിസ്റ്റ് ബസ് 4 വർഷം 5 വർഷമായിട്ട് നമ്മൾ ചാനലിൽ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞ കാര്യം പറയുന്നത് വെച്ചാൽ ഇതിനെ കുറിച്ചിട്ട് കൂടുതൽ പറയാനൊന്നും ഇല്ലല്ലോ. അതുകൊണ്ടാണ് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, വേറെ ഒന്നുമില്ല. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു പുതുമ ഉണ്ടായിരിക്കണം വണ്ടിക്ക്. അപ്പോൾ ഈ വണ്ടിയുടെ പുതുമ എന്ന് പറഞ്ഞാൽ ഈ വണ്ടിയുടെ പെയിൻറ്റിങ് തന്നെയാണ്. പച്ച കളറാണ് ഈ വണ്ടിയുടെ പെയിൻറ്റ് വന്നേക്കുന്നത്. നല്ല രസമായിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ വെക്കാൻ കാരണം കംപ്ലീറ്റ് പച്ചയിലാണ് ഇതിൻ്റെ ലൈവറി വന്നേക്കുന്നത്. ഇതിൻ്റെ ഇത് നമ്മുടെ ജോജുബായി ആയിരിക്കും സാരിയോൻ്റെ ചെയ്തേക്കുന്ന സംശയമുണ്ട്. ചോദിച്ച് നോക്കാം എന്തായാലും നമുക്ക്. ഓരോ ലുക്ക് കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്, വണ്ടിയുടെ സൈഡ് കാഴ്ചകൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്. നല്ല മഴ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ വരുമ്പോൾ നമ്മുടെ ആ എയർ ഫിൽറ്റർ, എയർ ക്ലീനർ കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ നമ്മളിപ്പോൾ ഇവിടെ ഇരുന്നിട്ട് ഒരു പമ്പിലിട്ടിട്ട് നമ്മൾ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഡിസ്റ്റർബൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പുറത്തെ ഒരു പമ്പും അതിൻ്റെ അപ്പുറത്തൊരു സോമില്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് വല്ലാതെ ഉണ്ട്. അതിൽ കോപ്പറേറ്റ് പാട്ടും വെച്ചിട്ടുണ്ട്. കോപ്പറേറ്റ് അടിക്കാൻ സാധ്യത ഒരുപാടാണ്. അപ്പോൾ ഇതാണ് ഓവറോൾ അതിൻ്റെ ഫ്രണ്ട് കാഴ്ച കാര്യങ്ങളൊക്കെ കേട്ടോ. വണ്ടി എങ്ങനെ ഉണ്ട്, നന്നായിരിക്കുന്നില്ലേ. അപ്പോൾ ഇതിൻ്റെ ഓട്ടങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കൊടുക്കുക. ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്തായിരിക്കും സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു ഏരിയയിൽ തന്നെ നല്ലൊരു ഗംഭീര വണ്ടിയാണ് ഇപ്പോൾ ചിറമേൽ ഗ്രൂപ്പിൻ്റെ ഈ വണ്ടി കേട്ടോ. അപ്പോൾ ഫ്രണ്ട് ലുക്ക് കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്, കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്നാലും ഇതിൻ്റെ പെയിൻറ്റിങ്ങിൻ്റെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെയുണ്ട് അഭിപ്രായം, നന്നായിരിക്കുന്നുണ്ടോ വണ്ടി എന്നൊക്കെ നിങ്ങൾ ഇപ്പം തന്നെ പറയണം കേട്ടോ. ഞാൻ എടുക്കുന്ന ദിവസം തന്നെ അത് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇന്ന് തിങ്കളാഴ്ചയാണ്. അപ്പോൾ ഇന്ന് തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മളത് പെട്ടെന്ന് തന്നെ പോയി കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പോൾ ഫ്രണ്ട് വീലിൻ്റെ ഭാഗം കാര്യങ്ങളൊക്കെ, വീൽ ക്യാപ്സ് കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് വന്നേക്കുന്നത്. പിന്നെ ഇതിൽ നമ്മൾ മെക്കാനിക്കൽ സൈഡോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇവിടെ ആഡ്ബുവിൻ്റെ സൈഡ് ഉണ്ട്, ആഡ്ബു ആണ്, ഡീസൽ ടാങ്ക് ഉണ്ട്, ടൂൾസ് ബോക്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ബോക്സിൻ്റെ ഭാഗമൊന്നും കാണിക്കാനോ തുറക്കാനൊന്നും ഞാൻ ശ്രമിക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ അതൊക്കെ വൃത്തികേടായിട്ടാണ് എനിക്കിപ്പോൾ തോന്നി തുടങ്ങുന്നത്. കാരണം വെച്ചാൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു പുതുമ വേണ്ടേ. അതൊക്കെ എല്ലാവരും നിങ്ങൾക്ക് ഞാൻ കഴിഞ്ഞ വീഡിയോസ് ഒരുപാട് രൂപസിൻ്റെ ആണെങ്കിലും ഒരുപാട് വണ്ടികൾ നമ്മൾ ചെയ്തതിൻ്റെ ഡെറാഡോ ആണെങ്കിലൊക്കെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് പറയാനുള്ളത്. നമ്മൾ മെക്കാനിക്കൽ സൈഡോ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കടക്കണില്ല. വണ്ടിയുടെ ഓവറോൾ ലുക്ക് കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് വന്നേക്കുന്നത്. ഇതിൻ്റെ പെയിൻറ്റിങ്ങിനെ കുറിച്ച് നമുക്ക് കൂടുതൽ കാണിക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പെയിൻറ്റിങ് നമുക്ക് നന്നായിട്ട് എടുത്ത് കാണിക്കാം. ഉണ്ടാവും ഒരു പച്ചയാണ്, ഡാർക്ക് പച്ച കളറ്. അതിൻ്റെ ഉള്ളിൽ ഇതുപോലെ സ്പൈഡർമാൻ്റെ എന്തെങ്കിലും ഒരു സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്.
അത് ശരിക്കും അകലെന്ന് നോക്കിയാലേ അറിയുള്ളൂ ഇത് എന്താണ് അവർ തീം ഉദ്ദേശിച്ചേക്കണേന്ന്. മഴക്കാറ് വന്നു തുടങ്ങി, വീണ്ടും മഴ വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെയാണ് കേട്ടോ അതിൻ്റെ ഒരു പെയിൻറ്റിങ്. അപ്പോൾ നല്ല രസമായിരിക്കുന്നുണ്ടല്ലോ. ഇനിയിപ്പോൾ ഈ ലൂബസ് പറഞ്ഞുണ്ടല്ലോ, അപ്പോൾ അവരുടെയും നല്ല ഗംഭീര വണ്ടികൾ തന്നെയായിരിക്കും. ഒരുപാട് ATPs വരുന്നുണ്ട്. ATP വണ്ടികൾക്ക് ഇപ്പോൾ ഓട്ടമുള്ളൂ എന്നുള്ള അവസ്ഥയിലേക്കാണ് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. കാലം അങ്ങനെയാണ് മാറിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. കാരണം എന്താ വെച്ചാൽ 2+2 ഇനിയിപ്പോൾ പ്രകാശിലത്തെ കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കും വിചാരിക്കണം. പ്രകാശിൽ ഇനിയിപ്പോൾ ബോഡി കോഡൊക്കെ വരുന്നുണ്ട്. സൈഡ് ഡോറും അതുപോലെ തന്നെ ക്യാബിൻ ഇല്ലാത്ത വണ്ടി എന്നൊക്കെയാണ് കേൾക്കുന്നത്. അറിയില്ല, അത് വന്നാലേ തന്നെ അറിയുള്ളൂ. അപ്പോൾ ടൂറിസ്റ്റ് ബസ്സിന് ഇപ്പോൾ 45 സീറ്റിലേക്ക് ഒതുങ്ങും. 49 ഈ ടൈപ്പ് വണ്ടികളായിരിക്കും ഇനി 12 മീറ്റർ വണ്ടികളായിരിക്കും ഇനി കൂടുതൽ ഇറങ്ങാൻ പോകുന്നത്. ആൾക്കാർക്ക് കംഫർട്ടാണ് നോക്കുന്നത്, അല്ല ലൈറ്റ് സൗണ്ട് ഒന്നും അല്ലല്ലോ. ഈ വണ്ടിയുടെ ലൈറ്റ് സൗണ്ട് വർക്കൊന്നും കഴിഞ്ഞിട്ടില്ല. ഞാൻ അതിന് മുന്നേ വന്നിട്ട് എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ ലൈറ്റ് സൗണ്ടൊന്നും നമ്മൾ കാണിക്കുന്നില്ല. അപ്പോൾ ഓരോ ലുക്ക് കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്. വണ്ടിയുടെ സൈഡ് പ്രൊഫൈൽ കാഴ്ചകളൊക്കെ ഇങ്ങനെയാണ്. പമ്പിലിട്ട് എടുക്കണ കാരണം കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ട്. ബാക്ക് വരികയാണെങ്കിൽ ഇതുപോലെയാണ് അതിൻ്റെ ഒരു ഓരോ ലുക്ക് കാര്യങ്ങളൊക്കെ വന്നേക്കുന്നത്. മുകളിൽ വരുമ്പോൾ ഇതുപോലെ ഒരു പകുതി കോണി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ക്യാമറ അവിടെ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ റിഫ്ലക്ട് ലൈറ്റ്, പിന്നെ പ്രകാശിൻ്റെ എംബ്ലം ലോഗോ, പിന്നെ ചെറുമേൽ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉണ്ടല്ലോ ഈ രീതിയിൽ ഒരു ചെറുമേൽ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിരിക്കുന്നുണ്ട് അത് കാണാനായിട്ട്. പിന്നെ ടെയിൽ ലാംപ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ലഗേജ് ബോക്സിൻ്റെ ഒരു ഏരിയയാണ്. പിന്നെ അത് താഴെ സെൻസേഴ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. KA-48 രജിസ്ട്രേഷനാണ്, വടക്കാഞ്ചേരി രജിസ്ട്രേഷനാണ് ഇത് വരുന്നത്. പിന്നെ ആ കാണുന്ന റോഡുണ്ടല്ലോ, ആ റോഡ് നമ്മുടെ കേശേരിക്ക് പോകുന്ന റോഡാണ്. അപ്പോൾ ഇതൊക്കെയാണ് വണ്ടിയുടെ ഓവറോൾ ലുക്ക് കാര്യങ്ങളൊക്കെ. നന്നായിരിക്കുന്നുണ്ട് വണ്ടി കാണാനായിട്ട്. പച്ച കർട്ടൻസും കാര്യങ്ങളൊക്കെയാണ് വണ്ടിക്ക് ചെയ്തിട്ടുള്ളത്. നമുക്ക് ജസ്റ്റ് ഒന്ന് ആ ഫ്രണ്ട് ആ ഭാഗത്തേക്ക് തന്നെ ഒന്നുകൂടി പോവാം. വന്നിട്ട് ആദ്യം ഇങ്ങനെ ആ സൈഡ് കുറച്ച് ഗ്യാപ്പ് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് നിന്ന് പറയാൻ ബുദ്ധിമുട്ടാണ്. എന്നാലും നമുക്ക് അവിടെ നിന്നിട്ട് പറഞ്ഞിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യല്ല, ബസ്സിൻ്റെ ഉള്ളിലൊന്ന് കയറാം. എന്നിട്ട് അവിടുത്തെ കാര്യങ്ങൾ കൂടി ഒന്ന് കാട്ടിത്തരാം കേട്ടോ. എന്തായാലും നന്നായിരിക്കുന്നുണ്ട് വണ്ടി, നല്ല സെറ്റായിരിക്കുന്നുണ്ട് കാണാനായിട്ട്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഈ കളർ തന്നെയാണ് ഞാൻ ഈ വീഡിയോ എടുക്കാൻ തന്നെ കാരണം. ഈ കളർ നല്ല രസമായിട്ട് തോന്നി. നല്ല ഭംഗിയുണ്ട് വണ്ടിയുടെ കളർ കാണാനായിട്ട്. ചിറമയിൽ നിന്ന് ആ ഹൈറ്റിൽ കൊടുത്തപ്പോഴേ നല്ല അട്രാക്ഷൻ ഉണ്ട്. പിന്നെ ആ ഒരു DRL ലൈറ്റൊക്കെ നല്ല കിടുക്കാ ചെയ്തിട്ടില്ലേ. അയ്യോ, നല്ല സോമയിൽ നിന്ന് നല്ല സൗണ്ട് വരുന്നുണ്ടല്ലോ. എന്തായാലും നന്നായിരിക്കുന്നു വണ്ടി, ഓവറോൾ അടിപൊളി. നമുക്ക് ഈ സൈഡിൽ നിന്ന് കൂടി നോക്കിയിട്ട് ബസ്സിൻ്റെ ഉള്ളിൽ കയറാം. ഇവിടെ വരുമ്പോൾ സ്ഥിരം നമ്മൾ പറഞ്ഞാൽ ആ ഒരു സൈഡ് മിറേഴ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സൈഡിൽ നമ്മൾ ആ സൈഡിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇവിടെ നിൽക്കാൻ സ്ഥലം കുറവാണ്. പിന്നെ ഇതൊന്നും പ്രത്യേകിച്ച് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇതൊക്കെ സ്ലൈഡിങ് ഗ്ലാസ് തന്നെയാണ് വരണതെന്ന് ഇപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ. കുറേ കാലമായിട്ട് നമ്മൾ പറയുന്നതല്ലേ. അപ്പോൾ അതിനൊരു മാറ്റമൊന്നുമില്ല. അവിടെ കർട്ടൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത്രയ്ക്കൊക്കെയാണ്. എന്തായാലും വണ്ടിയുടെ ആ ഒരു പെയിൻറ്റിങ് അത് നന്നായിരിക്കുന്നുണ്ട് കേട്ടോ. ഒരു രക്ഷയില്ലാത്തൊരു പെയിൻറ്റിങ്ങാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ വീലിൻ്റെ ആർച്ച് കാര്യങ്ങളും ഒക്കെ നന്നായിരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വണ്ടിയുടെ ഉള്ളിലേക്ക് കയറിയാലോ. ബാക്കി അവിടെ നിന്നിട്ട് ആവാം. കൂടുതലൊന്നും പറഞ്ഞ് നമുക്ക് വെറുപ്പിക്കാനായിട്ടൊന്നും തന്നെ ഇല്ല. അല്ല, വെറുപ്പിക്കുകയല്ല, എന്താ വെച്ചാൽ അത് വെറുതെ വെറുപ്പിച്ചിട്ട് കാര്യമില്ലല്ലോ. പറഞ്ഞതിനല്ല നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിതിൻ്റെ ക്യാബിൻ്റെ ഉള്ളിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ക്യാബിൻ. അപ്പോൾ അങ്ങോട്ട് നിന്നിട്ട് പറയാമല്ലേ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ക്ലസ്റ്റർ കാര്യങ്ങളൊക്കെ വന്നേക്കുന്നത്. നിങ്ങൾ ഒരുപാട് തവണ ഈ ക്ലസ്റ്റർ കാര്യങ്ങളൊക്കെ നിങ്ങൾ പല തവണ ഞാൻ ചെയ്തിട്ട് കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ജസ്റ്റ് അങ്ങോട്ട് നിന്നിട്ട് പറയാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ക്ലസ്റ്റർ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് ചാവി ഓൺ ചെയ്തിട്ടില്ല. അപ്പോൾ അനലോഗായിട്ടും ഡിജിറ്റലായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൽ വരുന്ന ഈ സ്വിച്ചുകളെ കുറിച്ചിട്ടൊക്കെ ഞാൻ ഒരുപാട് തവണ ഞാൻ ലൈലൻഡ് വണ്ടികൾ ചെയ്തിട്ടില്ല. ഈ ലൈലൻഡ് വണ്ടി നമ്മൾ ചെയ്ത കാരണം ഇതിനെക്കുറിച്ചിട്ടൊന്നും ഇനി കൂടുതൽ പറയാനോ ഒന്നുമില്ല. എല്ലാം നമ്മൾ പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ സ്വിച്ചുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ജെടെക്കിൻ്റെ ഈശ്വര യൂണിറ്റ് കാര്യങ്ങൾ, സ്വിച്ചസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ സ്റ്റീറിംഗ് വീല്, അതുപോലെ തന്നെ ഒരു നല്ലൊരു സീറ്റ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. സീറ്റ് ബെൽറ്റ് ഉണ്ട്. പിന്നെ ഇതൊക്കെ സെറ്റ് വർക്കിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ചെയ്തേക്കുന്നത്. ഇത് ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് വെച്ചേക്കുകയാണ്. നമുക്കതൊന്ന് ഓൺ ചെയ്തിട്ട് നോക്കാം. നമ്മൾ ലൈറ്റ് വേണ്ട ഉള്ളിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ലൈറ്റ് ഇടാൻ പറഞ്ഞു. ലൈറ്റ് ഇടാതെ അതിൻ്റെ ഉള്ളിൽ വെക്കുമ്പോൾ ഒരു സുഖമില്ലല്ലോ. അപ്പോൾ ഇതാണ് അതിൻ്റെ ലൈറ്റൊക്കെ ഇട്ടുള്ള അവസ്ഥ കേട്ടോ. നോക്കി നല്ല ഭംഗിയില്ലേ കാണാൻ. നേരത്തെ അത് നമ്മൾ ലൈറ്റ് ഇടാതെ കണ്ടപ്പോൾ എന്താ ആകെ ഒരു ഭംഗിയിടുന്നായിരുന്നു. ഇപ്പോൾ ആ ലൈറ്റ് വർക്കൊക്കെ വന്നപ്പോൾ കണ്ട അതിൻ്റെ ഒരു അഴക് കണ്ട. ഇതിപ്പോൾ പകലെടുക്കണത്, രാത്രി ആകുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും. ഒരു ഡോവല്ലേ ഇരിക്കണത്, ചിറമേൽ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊക്കെ നമ്മൾ കുറേ വർഷമായിട്ട് കുറേ ടൂറിസ്റ്റ് ബസ്സുകൾ ചെയ്യണതല്ലേ അല്ലേ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്തൊക്കെ മാറ്റം. പണ്ടൊക്കെ ഇവിടെ ഒരു ജീപ്പിൻ്റെ രൂപമൊക്കെ പറഞ്ഞത്. ആ കുറ്റിയിൽ ഹോൾഡേഴ്സൊക്കെ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു ജീപ്പിൻ്റെ പോലെയൊക്കെയായിരുന്നു. ഭയങ്കര വലിയ ക്യാബിനായിരുന്നു. ഇപ്പോൾ അതൊക്കെ ഒഴിവാക്കി ഇപ്പോൾ സിമ്പിളായിട്ട് ഇതുപോലത്തെ ക്യാബിനാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കണേ. നോക്കിയേ, ഒരു മാൻകുട്ടി ഇരിക്കുന്നുണ്ട്. കലമാനാണ് കേട്ടോ. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് അതൊക്കെ മാനുകൾ തന്നെയാണ്, കലമാൻസ് തന്നെയാണ്. പണ്ട് കേട്ടിട്ടുണ്ട് ഈ കലമാൻ ജനിച്ച അതിൻ്റെ അമ്മ മരിക്കുന്നു. അപ്പോൾ മുകളിൽ ഇതുപോലെ കലമാനും
അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് വർക്കുകളൊക്കെ ചെയ്ത് നല്ല രസമുണ്ടല്ലേ. കലമാനുകളാണല്ലോ മൊത്തം, എല്ലായിടത്തും കലമാന ഉണ്ടോ, ഇതൊക്കെ കലമാന. പിന്നെ ഇത് ക്രിസ്മസ് ട്രീ അല്ലേ, ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ വണ്ടി കാണാനായിട്ട്. പിന്നെ ഇതിൽ ട്രാൻസ് ഓഡിയോസാണ് സെറ്റ് വർക്ക്, മുഴുവനായിട്ടില്ല. ട്രാൻസ് ഓഡിയോസിൻ്റെ ഒരു പേരൊക്കെ കൊടുത്തിട്ടുണ്ട്, സോണി എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു സെറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെയാണ് അതിൻ്റെ സ്വിച്ചുകളൊക്കെ ഈ ലൈനിലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ തൊട്ട് മുകളിലായിട്ട് ചിറമേൽ എന്ന് പറഞ്ഞിട്ട് സാധനം കൊണ്ടാ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ടാവും രാത്രി വണ്ടിയിലൊക്കെ ഇങ്ങനെ പോകാനായിട്ട്. നല്ല ഗുമ്മായിരിക്കും അല്ലേ. ലൈറ്റുകൾ വർക്കുകളൊക്കെ നന്നായിരിക്കുന്നുണ്ട്. ഒരു ആദ്യ പാനലുകളല്ലേ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുകയാണല്ലേ വർക്കുകൾ. പിന്നെ ഇവിടെ ഈ ഭാഗത്ത് വരുമ്പോൾ ദൈവത്തിൻ്റെ ഫോട്ടോസ് ഉണ്ട്, അതിൻ്റെ താഴെയായിട്ട് ഇങ്ങനത്തെ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അതായത് ഈ വണ്ടികൾ എന്നൊക്കെ പറഞ്ഞാൽ ഇത് ഇവർക്ക് ലക്ഷങ്ങൾ ചിലവാക്കി ഇറക്കും. ഇത് 2 മാസം കഴിഞ്ഞാൽ വേറെ മോഡൽ വരും. അപ്പോൾ ഈ മോഡൽ മാറ്റിയിട്ട് അത് പൊളിച്ച് വേറെ ആക്കണം. എളുപ്പമൊന്നുമല്ല സത്യം പറഞ്ഞ അവസ്ഥ. അപ്പോൾ ഇതൊക്കെയാണ് ക്യാബിലത്തെ വിശേഷങ്ങൾ. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ, പഴയ വണ്ടികളൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇതിലുള്ളത്. ഇവിടെ എന്താ ഒരു അടിക്കാനൊക്കെ പോകണ്ട കേട്ടോ. അതായത് അതിപ്പോൾ ഇന്ന് അടിക്കാൻ പോകുന്ന പറഞ്ഞവർ. വർക്കുകൾ ഞാൻ പറഞ്ഞില്ല, കഴിഞ്ഞിട്ടില്ല. അതൊക്കെ കഴിഞ്ഞ സെറ്റായിരിക്കും. പിന്നെ 6+1 മാനുവൽ ട്രാൻസ്മിഷനാണ് ഇതിൽ വരുന്നത്. ഇതാണ് ഇതിൻ്റെ നമ്മുടെ സ്റ്റീറിംഗ് വീല്. നമുക്കിനി വണ്ടിയുടെ ഉള്ളിൽ കയറാം പെട്ടെന്ന് തന്നെ. ഒരു മിനിറ്റ്. അങ്ങനെ നമ്മൾ വണ്ടിയുടെ ഉള്ളിൽ കയറിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഉള്ളിൽ കയറിയുള്ള അവസ്ഥ. അടിപൊളിയായിരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ സെറ്റിൻ്റെ സാധനം ഓണായിട്ട് കിടക്കുന്നുണ്ട്, അതുകൊണ്ട് പെരുപെരാന്നിട്ട് സൗണ്ട് വരുന്നുണ്ട് കേട്ടോ. ബാക്കിൽ വരുമ്പോൾ ചെറുമേൽ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞിട്ട് നല്ല ഡോവിൻ്റെ ഒരു ചിഹ്നം. നേരത്തെ നമ്മൾ ക്യാബിനിൽ കാണിച്ച അതേ സാധനങ്ങൾ തന്നെ, കലമാനും ഡോവിൻ്റെയാണ് ഇതിൽ കാണുന്നത്. സ്പീക്കർ ഇതിൽ പാട്ടിൻ്റെ സംഭവം വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ, അതാണ് ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്. കലമാൻ്റെ ആ ഭാഗം കഴിഞ്ഞാൽ പിന്നെ ചെറുമേൽ എന്ന് പറഞ്ഞിട്ട് ഈ 2 സൈഡിലായിട്ട് ഇങ്ങനെ ചെറുമേൽ ഹോൾഡേഴ്സ് കൊണ്ട് കൊടുത്തിട്ടുണ്ട്. താഴെയായിട്ട് പച്ച കട്ടനാണ് വണ്ടിക്ക് കൊടുത്തേക്കണത്. പിന്നെ സീറ്റിൻ്റെ കവറിൻ്റെ മുകളിലൊക്കെ ചിറമേൽ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചിറമേൽ ഹോൾഡേഴ്സ് കൊണ്ട് കൊടുത്തിട്ടുണ്ട്. ചിറമേൽ ട്രാവൽ വൈബ്സ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്, ഹോൾഡേഴ്സ് അല്ല. 1, 2, 3, 4, 5 സീറ്റ് പുറകിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ സീറ്റൊക്കെ കവറൊക്കെ അടിച്ച് ഇതുപോലെ ആക്കി സെറ്റാക്കിയിട്ടുണ്ട്. സീറ്റ് മറ്റേ ഹരിതര സീറ്റല്ല, പ്രകാശ് കൊടുക്കുന്ന സീറ്റ് തന്നെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ഓട്ടം കഴിഞ്ഞ് എൻ്റെ ഇവിടെ വാട്ടർ ബോട്ടിൽ മറ്റേ കിടക്കുന്നുണ്ട് കേട്ടോ. ഒരു ഓട്ടം കഴിഞ്ഞു, ഇന്നലെ വണ്ടി വന്നത്. അപ്പോൾ വണ്ടി ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ ഇതാണ് വേണ്ട ഓവറോൾ ലുക്ക് കാര്യങ്ങളൊക്കെ. മുകളിൽ ഇതുപോലെ സ്ഥിരം നമ്മൾ പ്രകാശിൽ വരുന്ന പോലെയുള്ള റെക്സിൻസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൊടുത്തേക്കണേ. പിന്നെ ജെടെക്കിൻ്റെ AC ആണ് ആ യൂണിറ്റ് അവിടെ കാണുന്നത്. പിന്നെ ഈ റെക്സിൻസൊക്കെ സ്ഥിരം നമ്മൾ പ്രകാശിൽ, എനിക്ക് തോന്നുന്നത് ഈ റെക്സിൻ്റെ രീതിയൊക്കെ അവർ മാറ്റണം പ്രകാശ് എന്നാണ് കേട്ടോ എനിക്ക് എൻ്റെ അഭിപ്രായം. ഇതൊക്കെ കുറച്ചുകൂടിയൊക്കെ ഒരു എന്താ പറയുക, പുതിയതായിട്ടുള്ളൊരു സംഭവങ്ങളൊക്കെ അവർ കൊണ്ടുവരണം കാലത്തിനനുസരിച്ചെന്ന് എനിക്ക് പറയാനുണ്ട്. ഈ വീഡിയോയിൽ അതാണ് ഞാൻ പറയണത്. ഇതിൻ്റെ അടിയിൽ വരുമ്പോൾ ഇങ്ങനത്തെ ഒരു യൂണിറ്റ് ഇപ്പോൾ സ്ഥിരം എല്ലാ വണ്ടിയിലും അങ്ങനെയാണ്. അത് വൈറ്റാണ് ലൈറ്റ് വന്നിട്ടുള്ളത്. പിന്നെ ഇവിടെ നമ്മുടെ ചാർജിങ് പോർട്ടൽസ് കാര്യങ്ങളൊക്കെ, ഇതാണ് ഓവറോൾ ഇതിൻ്റെ ബെർത്തിൻ്റെ ലുക്ക് കാര്യങ്ങളൊക്കെ കേട്ടോ. ഇങ്ങനത്തെ ഒരു ബെർത്താണ് ഇതിൽ വന്നിട്ടുള്ളത്. പിന്നെ ഫാനുകൾ 2 സൈഡിൽ പില്ലേഴ്സിൻ്റെ മുകളിൽ ഇതുപോലെ ഫാന് 2, 3, 4, 5 ഫാൻ ഇതുപോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. 2 സൈഡിൽ പില്ലറിന് മുകളിലും ഫാനുകൾ 5, 10 ഫാന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബ്ലൂ സ്ട്രിപ്പാണ് ഇതിൻ്റെ ഈ ഒരു മറ്റേ എന്താ പറയുക നമ്മുടെ ഫൂട്ടിൽ കൊടുത്തിട്ടുള്ളത്. എന്തായാലും നന്നായിരിക്കുന്നുണ്ട്. പിന്നെ ഇതൊക്കെ ഇപ്പോഴുള്ള സീറ്റുകളിൽ വരുന്ന പോലെ തന്നെ വ്യത്യാസമൊന്നുമില്ല, എല്ലാം തന്നെ. പിന്നെ കാല് ചവിട്ടിരിക്കാനുള്ള സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ബുക്ക് ഹോൾഡർ, പിന്നെ കുപ്പി വയ്ക്കാനുള്ള സംഭവം, ഇതൊക്കെ തന്നെ സ്ഥിരം നമ്മൾ പറയുന്നത് തന്നെയാണ്. പറയുന്ന ആൾക്കാർക്ക് എന്താ വെച്ചാൽ നമ്മളിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്തോ ഒരു അപകർഷബോധം എന്ന് പറയില്ല, അത് വരും. എല്ലാ വണ്ടിയും ഒന്നും തന്നെയല്ലേ അല്ലേ. പിന്നെ ഇവിടെ വരുമ്പോൾ ഇതിലെടുത്ത് പറഞ്ഞ ലൈറ്റും സൗണ്ടിൻ്റെയൊക്കെ മാത്രമേ വ്യത്യാസമുള്ളൂ, ബാക്കിയൊക്കെ സെയിം തന്നെയല്ലേ. ഇപ്പോൾ ഇവിടെ ഡോവിൻ്റെ കൊടുത്തേക്കുന്ന ചെറുമേൽ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. സ്പീക്കറിൻ്റെ ഉള്ളിൽ ഇപ്പോൾ എല്ലാ വണ്ടിയിലും ഇതിൻ്റെ സ്പീക്കറിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ലൈറ്റ് കത്തണ, സ്പീക്കറിൻ്റെ ഉള്ളല്ല അതിൻ്റെ ആ ഒരു പാനലിൻ്റെ ഉള്ളിൽ ലൈറ്റ് കത്തണ ടൈപ്പാണ്. ഇതുപോലെ സ്പീക്കേഴ്സും ഇങ്ങനെ കാണാൻ സാധിക്കും. ഇഷ്ടംപോലെ നല്ല അത്യാവശ്യം നല്ല ഗുമ്മ് സെറ്റ് വർക്ക് ചെയ്ത വണ്ടിയാണ് കേട്ടോ. അതാണ് എത്ര സ്പീക്കർ ഇരിക്കണമൊക്കെ കണ്ടില്ലേ, അങ്ങനെ ഇഷ്ടംപോലെ ഉണ്ട്. ഇതിൽ സ്പീക്കർ ഞാൻ പറഞ്ഞില്ലേ, ഇതിൽ സൗണ്ട് വന്ന് നിൽക്കുന്നുണ്ട്, ഓണാക്കിയിട്ടുണ്ട്. അതാ. അപ്പോൾ ഇതൊക്കെയാണ് വണ്ടിയുടെ ഉള്ളിലത്തെ കാഴ്ചകൾ. TV അവർ പിടിപ്പിച്ചിട്ടില്ല, TVയുടെ ഒരു ഓപ്ഷൻ മാത്രം അത് പിടിപ്പിച്ചിട്ട് തോന്നുന്നില്ലേ. അത് TV തന്നെയാണ്, അതെ TV തന്നെയാണ് കേട്ടോ. സോറി, ഞാൻ ആദ്യം വിചാരിച്ചതേ ഇത് സ്റ്റിക്കറോട്ട് ചേക്കാന്ന് വിചാരിച്ചു. TV ആണ് കേട്ടോ, സോറി, TV ആണ്. അത് മറ്റേ അതിൻ്റെ സ്ക്രീൻ സേവറായിട്ട് ഇട്ടേക്കുക. ഞാൻ വിചാരിച്ചത് സ്റ്റിക്കറോട്ട് ചേക്കാന്ന്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇത് മാറുന്നു, അപ്പോഴാണ് മനസ്സിലായത്. നല്ല വലിയ TV അല്ലേ, 55 ആവുമോ എത്രയാവോ. എന്തായാലും നല്ലൊരു TV ഇവിടെ കൊടുത്തിട്ടുണ്ട്. എത്ര TV ഉണ്ട് ടോട്ടൽ? ഇല്ല, ഒറ്റ TV തന്നെ ഉള്ളൂ. ഇനി വേണമെങ്കിൽ അവിടെ ആ ഭാഗത്തൊരു TV കൂടി വേണമെങ്കിൽ വെക്കാമെന്ന് മാത്രം.
എന്തായാലും വണ്ടി നന്നായിരിക്കുന്നുണ്ട്. പിന്നെ നമുക്കിനി ഓണറുടെ ചേട്ടൻ്റെ റിവ്യൂ കൂടി നമുക്ക് ചോദിച്ചു നോക്കാം. റിവ്യൂ മീൻസ് മൂപ്പരുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ എന്താ എടുക്കാൻ കാരണം വണ്ടി എന്നൊക്കെ നമുക്കൊന്ന് അറിയാം. പച്ച കർട്ടൻസ് നമുക്ക് സൈഡിൽ കാണാനുണ്ട്. പിന്നെ ഇത് AC നോൺ AC ഓട്ടങ്ങളൊക്കെ പറ്റും. സൈഡിങ് ഗ്ലാസ് ആണല്ലോ അതുകൊണ്ട്. അപ്പം ഇനി നമുക്കിനിപ്പോൾ അടുത്ത പരിപാടി വണ്ടി ഒന്ന് ഓടിച്ച് നോക്കി വീഡിയോ ഒന്ന് വൈൻഡപ്പ് ചെയ്യുക, അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പിന്നെ ഇവിടെ വരുമ്പോൾ നമ്മൾ സ്ഥിരം കാണുന്ന ഇതൊരു മാറ്റമില്ല, എപ്പോഴും ഉണ്ടല്ലോ ചാർജിങ് ബോട്ടിൽസും മൊബൈൽ ഹോൾഡറും കാര്യങ്ങളൊക്കെ. ഇവിടെ ഒരു ഫ്രിഡ്ജ് കൊടുത്തിട്ടുണ്ട്. ഫ്രിഡ്ജ് നമുക്ക് സ്ഥിരം നമ്മൾ കാണുന്ന ഫ്രിഡ്ജ് തന്നെ അല്ലേ, ഒരു മാറ്റമില്ല. അപ്പോൾ ഇത്രയ്ക്കൊക്കെയാണ് വണ്ടിയുടെ ഉള്ളിലത്തെ കാഴ്ചകൾ വിശേഷങ്ങളൊക്കെ. എനിക്ക് വണ്ടി നല്ല ഇഷ്ടപ്പെട്ടു. ഇനി നമുക്ക് നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ചിറമേലി ഗ്രൂപ്പിൻ്റെ ഓണർ, അതുപോലെ തന്നെ ഇതിലുള്ള ക്രൂ മെമ്പേഴ്സൊക്കെ കേട്ടോ. എന്താ പേരൊക്കെ? എൻ്റെ പേര് അന്തോണി. ആ ലജേഷ്, കണ്ണൻ, സുമേഷ്. ഇതില് എന്തല്ലേ വണ്ടിയില്ലേ? പകുതി പേര് വന്നിട്ടില്ല. ഇനി കുറെ പേരുണ്ട് അറിയാം. അപ്പോൾ ഇത് അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഈ ചേട്ടൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇവരുടെ ക്രൂ മെമ്പേഴ്സ് കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു. ഇദ്ദേഹമാണ് ഈ വണ്ടിയുടെ ഓണർ. നമസ്കാരം ചേട്ടാ, എന്താ പേര്? എൻ്റെ പേര് അന്തോണി. ആന്റണിന്നൊക്കെ വിളിക്കും. ചെറുമലെന്നായിട്ട് കൂടുതൽ. ചെറുമേൽ എന്താ വീട്ടും പേര്? വീട്ടും പേര് എവിടെ ശരിക്കും പ്രോപ്പർ വെള്ളാരിഞ്ഞൂരാണ് കറക്റ്റ് പ്രോപ്പർ. ഇത് വേലൂരാണ് ഇപ്പൊ വണ്ടികൾ ഇടുന്ന സ്ഥലങ്ങള്. ഇപ്പൊ എനിക്ക് 3 ഷെഡാണുള്ളത്. ഒന്ന് ഇവിടെ, അത് കഴിഞ്ഞാൽ വലിയ ഷെഡ് വേറെ ഉണ്ട്. പിന്നെ ഒരു ഡ്രൈവർ വീട്ടിലൊരു ഷെഡ് ഉണ്ട്. പിന്നെ എൻ്റെ വീട്ടില് ഒരു ഷെഡ് ഉണ്ട്. അങ്ങനെയാണ് വണ്ടികളെല്ലാം കിടക്കുന്നത്. ബസ് 3 എണ്ണം, വണ്ടികൾ 10 എണ്ണം ഉണ്ട് ടോട്ടല്. ചെറുവണ്ടി, ട്രാവലർ, SML 34 സീറ്റ്. എത്ര വർഷമായി 30 വർഷമായി. 10 വർഷം ഡ്രൈവറായിരുന്നു. 20 വർഷമായിട്ട് സ്വന്തമായിട്ട് പറയുകയാണ്. അപ്പൊ ഇവിടെ ഈ അടുത്തൊക്കെ നമ്മള് എല്ലായിടത്തും ഓട്ടം വിളിച്ചാൽ പോകില്ല? പോകും. പണി ഡ്യൂട്ടി എടുക്കുകയും ചെയ്യും. അതുപോലെ ഇവരുടെ കൂടെ എല്ലാവരും നമ്മൾ നിൽക്കാറുണ്ട്. വേറെ ബിസിനസ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, ഇത് തന്നെയാണ്. എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അപ്പൊ അതങ്ങനെ എല്ലാവരും നിങ്ങൾ ഗ്രൂപ്പായിട്ട്, ക്ലബായിട്ട് നിങ്ങൾ എല്ലാവരും ഗ്രൂപ്പായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ എന്നാ ശരി LTP എടുക്കാം, നോക്കി വെക്കാം. അങ്ങനെയാണ് ഇതിലേക്ക് ഇറങ്ങിയത്. പിന്നെ തുടങ്ങി. ആദ്യത്തെ ട്രിപ്പ് ഇന്നലെ ഓടി. പിന്നെ കുറച്ചും കൂടിയൊക്കെ വർക്കുകളുണ്ട്. വർക്കുകൾ കഴിഞ്ഞിട്ടില്ല. കുറച്ചും കൂടി വർക്കുകൾ, ലൈറ്റ് വർക്കുകളൊക്കെ ഉണ്ട്. പിന്നെ ഒക്കെ എങ്ങനെയാണ്, ഇതൊക്കെ പരീക്ഷണമാണ്. എങ്ങനെയൊക്കെ ആവും ആഗ്രഹമാണ്. കളർ വണ്ടി ആക്കണം എന്നുള്ള ഒരു ആഗ്രഹമാണ്. മദർ ടാക്സ് 3 മാസം 90,000 രൂപ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൾ ഇന്ത്യ 1,30,000 രൂപ. 30,000 രൂപ 3 മാസത്തേക്ക്. അത് വർഷത്തേക്ക് അടയ്ക്കുകയാണെങ്കിൽ 3,60,000 രൂപയ്ക്ക് നമുക്ക് വർഷത്തേക്ക്. മദർ ടാക്സ് 3 മാസം കൂടുമ്പോൾ അത് അതിൽ കുറവൊന്നുമില്ല. 90,000 വെച്ചിട്ട് ഒരു 8 ലക്ഷം രൂപയോളം ഒരു വർഷത്തിൽ ടാക്സ് വരും. പിന്നെ നമുക്ക് കർണാടകയ്ക്ക് ഓടുകയാണെങ്കിൽ, ഇൻട്രസ്റ്റ് ഓടുകയാണെങ്കിൽ ലാഭമാണ്. ഓൾ ഇന്ത്യയിൽ നമുക്ക് ഓടുകയാണെങ്കിൽ ആ പൈസ കൂടി കിട്ടും. പിന്നെ ഇതൊക്കെ ആഗ്രഹമാണ്, അല്ലാണ്ട് ഇങ്ങനെ ലാഭം ഉണ്ടാവുമെന്ന് പ്രതീക്ഷയിലൊന്നല്ല ഇതിൻ്റെ തുടക്കം. ഒന്നും അങ്ങനെയല്ല. എങ്ങനെയൊക്കെ ആവോ അതേപോലെ ആക്കണം എന്നുള്ള ഒരു കണ്ടീഷനിൽ ആഗ്രഹത്തിന് ഇറക്കിയിട്ടുള്ളതാണ്. ചെറുപ്പം തൊട്ട് വന്നിട്ടുള്ളതാണ് ഞാൻ ഈ സെൻറ്ററിലേക്ക്. അപ്പോൾ സ്റ്റാർട്ടിങ് ഡ്രൈവറായിട്ട് ഈ സെൻറ്ററിൽ തന്നെയാണ്. അത് ഒരു ജെയിനി പ്രദേശ് എന്ന് പറഞ്ഞിട്ടൊരു വണ്ടിയിലാണ് ഞാൻ ആദ്യം ഡ്രൈവറായിട്ട് പോയിരുന്നത്. 10 വർഷമുള്ള ഡ്രൈവറായിരുന്നു. എന്നിട്ട് സ്വന്തമായിട്ട് ഓരോന്ന് തുടങ്ങി. ഒരു 35 വണ്ടിയോളം പുതിയത് ഞാൻ ലൈനിലെടുത്ത് ഇറക്കി വിറ്റുണ്ട്. ഈ 20 വർഷത്തിനുള്ളിൽ എല്ലാം പുതിയ വണ്ടികളാണ് എടുത്തിരിക്കുന്നത്. ഈ സെൻറ്ററിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ AC വണ്ടികൾ, ലക്ഷറി വണ്ടികൾ ഞാൻ തന്നെ ഇറക്കിയിട്ടുള്ളൂ. വേറെ ആരും ഇറക്കണേറ്റവും കൂടുതൽ ഇറക്കിയിട്ടുണ്ടായിരിക്കാം. ഞാൻ ഇറക്കിയതിൻ്റെ ശേഷം ഏറ്റവും ഫസ്റ്റ് ടാറ്റ സുമോ തൊട്ട് LTP ബസ് വരെയുള്ള എല്ലാ വണ്ടികളും ടൂറിസ്റ്റ് AC വണ്ടികൾ, 34 സീറ്റ് ആയാലും AC വണ്ടി, 49 സീറ്റ് AC, എല്ലാം AC വണ്ടികൾ ഞാൻ. അതുപോലെ 12 സീറ്റ്, 17 സീറ്റ്, 19 സീറ്റ് SML എല്ലാം ഞാനാണ് പുത്തവണ്ടി ഈ വേലൂർ പഞ്ചായത്തിൽ ഇറക്കി, ഈ ഏരിയയിൽ ഇറക്കിയിട്ടുള്ളത്. ശരിക്കും ഇപ്പൊ എല്ലാരും ഇങ്ങനെ വണ്ടി ഫീലിക്ക് ഇറങ്ങിയിട്ട് കുറെ പേര് വരുന്നുണ്ട്. അല്ല, നമ്മൾക്ക് ആഗ്രഹം തൊട്ട് മെച്ചുണ്ടോ? മെച്ചെന്ന് വെച്ചാൽ ഞാൻ ഒന്നുമല്ല വന്നിട്ടുള്ള ഒരാളാണ്. 250 രൂപ ഹെർക്കുലീസ് സൈക്കിളിന് മുകളിലാണ് ഈ സെൻട്രലിലേക്ക് വന്നിട്ടുള്ളത്. അതും ഇതൊക്കെ വന്നത് ഇതിൽ നിന്ന് തന്നെയാണ്. അല്ലാതെ വേറെ എനിക്ക് പൂർവ്വ സ്വത്തൊന്നുമില്ല. ഇതൊക്കെ ഇതിൽ വന്ന് 10 വർഷം ഡ്രൈവറായിട്ട് എടുത്ത്. പിന്നെ ചെറിയ ബിസിനസ്സൊക്കെ എല്ലാവരും ചെയ്യൂല. അതുപോലെ ചെറിയ ബിസിനസ്സൊക്കെ നമ്മളും ചെയ്തായിരുന്നു. അതിൽ ഉപരി ഇതാണ് നമുക്ക്
ഇഷ്ടം താല്പര്യമാണ് അതിന്റെ ഏറ്റവും കൂടുതൽ. എല്ലാ ദിവസവും ഡ്യൂട്ടി എടുക്കും ഞാൻ. ഏതെങ്കിലും ഒരു വണ്ടിയിൽ ഒരാളും ഇല്ലാണ്ടാവും, അപ്പൊ അന്ന് ഡ്യൂട്ടി എടുക്കും. സീസണിലൊക്കെ ഡ്രൈവർമാര് ശമ്പളം എടുക്കുന്നതിന് കൂടുതൽ ശമ്പളം ഞാൻ എടുക്കും. എന്താണെന്ന് വെച്ചാൽ എല്ലാ വണ്ടിയിലും ഡ്യൂട്ടിയിൽ നമ്മൾ എടുക്കേണ്ടി വരും. എന്തായാലും പരിചയപ്പെടാൻ കഴിഞ്ഞാൽ സന്തോഷം. അപ്പൊ ഞാൻ നമ്പറൊക്കെ ഇടാം. ആയിക്കോട്ടെ. എന്തെങ്കിലും ഓട്ടം കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് കൊടുക്കുക. നന്നായി വരട്ടെ, ഇനി വണ്ടികൾ എടുക്കട്ടെ, നമുക്ക് ഇനിയും ചെയ്യാൻ പറ്റട്ടെ. അപ്പൊ ഓക്കെ, താങ്ക് യു, സന്തോഷം. അപ്പൊ നമുക്ക് നമ്മുടെ പുതിയ ചിറമേൽ ഗ്രൂപ്പിന്റെ 12 മീറ്റർ വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാം. എങ്ങനെയുണ്ടെന്ന് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. ചേട്ടാ കേറിക്കോ. അപ്പൊ നമുക്ക് 12 മീറ്റർ ATP ഒന്ന് ഓടിച്ചു നോക്കാം. ലൈലൻഡ് കേട്ടോ. ലൈലൻഡ് ഒരു ശരിക്കാനൊരു വികാരമാണ്. പുതിയ വണ്ടിയാണ്, ലേശം ഗിയറൊക്കെ ടൈറ്റ് ഉണ്ട്. അടിപൊളി, നല്ല രസമാണ്. ലൈലൻഡ് ഭയങ്കര ഒരു ഫേവറേറ്റ് ആണ് എനിക്ക്. ഈ ഒരു പൊസിഷനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഒരു കമാൻഡിങ് പവർ പൊസിഷനാണ്. ഇത് ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ചെറിയ വഴി കൂടെ നമ്മൾ പോണതേ. അപ്പോൾ ഇത് തട്ടാതൊക്കെ നോക്കണം. ഒരു വണ്ടി ഡ്രൈവർ ഹെവി വണ്ടി ഓടിക്കാന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണം. ബാക്ക്, ഫ്രണ്ട്, മോള് ഭാഗം. അപ്പൊ നമ്മുടെ ഒരു ഇങ്ങനെ ആയതുകൊണ്ടാണ് വണ്ടി എടുത്ത് ഓടിക്കുന്നതൊക്കെ. നല്ല രസമായിട്ടുള്ള ഒരു വണ്ടി. 4ാമത്തെ ഗിയറിലാണ് പോണേ. അത് കാണിക്കുന്നുണ്ട്. 5 ഒരു വലിയ വണ്ടി, കുറച്ച് ലെങ്ത് കൂടിയ വണ്ടി. അപ്പൊ നമ്മൾ ചേഞ്ച് ഓടിക്കണം. ഈ സൗണ്ട് തന്നെ ഒരു വികാരമാണ് സത്യം പറഞ്ഞതാണ്. അപ്പൊ ഐലൻഡ് ഇപ്പൊ ശരിക്കും ഇപ്പൊ റീസെന്റ് സമയത്ത് ഇടയ്ക്ക് വെച്ച് ഈസ്റ്ററൊക്കെ കൂടുതൽ എടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ വീണ്ടും ടാറ്റ അതുപോലെ ഐലൻഡ് തന്നെയാണ് കേട്ടോ വീണ്ടും ഇവിടെ കയറി വരാൻ തുടങ്ങുന്നത്. ഉണ്ടത്തിക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി നമ്മൾ. ഉണ്ടത്തിക്കോട് ഈ റോഡൊന്ന് കാട്ടി കൊടുത്തോട്ടെ ചേട്ടാ. ചെറിയ വഴി കൂടെ പോണേ, അതുകൊണ്ട് അങ്ങനെ പതുക്കെ ഓടിക്കണം. ഞാൻ സീറ്റ് ബെൽറ്റ് ഇടാത്തത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അത് ഇതൊന്നും കിട്ടുന്നില്ല. അതുകൊണ്ടാണ് കേട്ടോ പല വീഡിയോസും നമ്മൾ സീറ്റ് ബെൽറ്റ് ഇങ്ങനെ ഇടാത്തത്. അതുകൊണ്ടാണ്. അതൊക്കെ ഒട്ടി കൊടുക്കാൻ നല്ലത്. ബസ് മറ്റവനെ കുഴപ്പമില്ല. നമുക്ക് ഈ സൈഡ് കൊമ്പും ചില്ലയൊക്കെ നോക്കണേ. ഇനി ഒന്ന് പറഞ്ഞ കാലമാണ്. കാരണം എന്താ വെച്ചാൽ നല്ല റോഡാണ്. വേണ്ട ഈ മോശണ്ട ടർബോന്റെ പൊളി. അപ്പൊ എന്തായാലും ലൈലൻഡ് നമുക്ക് അത്രയൊരു വികാരം തോന്നുന്നൊരു വണ്ടിയാണ്. ഒരു മറ്റേ സാധനം വരുന്നത് എന്തായാലും കണ്ട അങ്ങോട്ട് സൈഡൊക്കെ നോക്കി നമുക്കത് ബാക്ക് മൊത്തം കടന്നു നോക്കിയതിന് ശേഷം വേണം വണ്ടി എടുക്കാൻ. ചെറിയ ടൈറ്റ് ഉണ്ട് വണ്ടി. ഗിയറേ പുതിയ വണ്ടിയല്ലേ, ഉണ്ടാവും. ഓടിച്ചത് പതായിക്കോളും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടുതൽ എത്തിക്കാനും മറക്കാതിരിക്കുക. ഇപ്പോൾ ഒരു പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്, ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ്. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ റൈറ്റിലേക്ക് സ്വൈപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഹൈപ്പ് എന്ന് പറഞ്ഞ സാധനം കിട്ടും. അതിൽ ഹൈപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കിട്ടും. ഹൈപ്പിൽ പോയിട്ട് നിങ്ങൾ പോയിന്റ് കൊടുത്താൽ നമ്മുടെ ഈ വീഡിയോ കുറേ റീച്ചിലേക്ക് എത്തും. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്ത് തരിക, ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരിക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ എവിടെയെങ്കിലേക്കിട്ടൊന്ന് വണ്ടി നിർത്തട്ടെ. അപ്പോൾ ഓടിച്ച് നമ്മൾ നമ്മുടെ പുറാഞ്ചേരിയൊക്കെ എത്താറായി തോന്നും എന്തായാലും.
വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ ഉടൻ തന്നെ മറ്റൊരു ഗംഭീര വീഡിയോ വരാം. അതിരിക്കും തൽക്കാലം ബൈ, നമസ്കാരം. നമ്മൾ ഓരോ വീഡിയോയും കഷ്ടപ്പെട്ടിട്ട് എടുക്കണേ. അപ്പോൾ അതിൻ്റെ സപ്പോർട്ട് ചെയ്തിട്ട് നമ്മൾ റീസെന്റ് സമയത്ത് കുറേ ഒരു ഭാരത് ബെൻസ് 1017 917 അതുപോലെ തന്നെ ഇപ്പം ഇന്നലെ ഒരു വണ്ടി നമ്മളൊരു 38 സീറ്റ് കേരളത്തിൽ ആദ്യത്തെ വണ്ടി നമ്മൾ ചെയ്തിട്ടുണ്ട്, മാധവൻ ട്രാവൽസിൻ്റെ. അതിൻ്റെ ഒന്നും വീഡിയോ നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടില്ല, ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. ചേട്ടാ ക്യാമറ കൊണ്ട് പിടിച്ചാൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നമ്മൾ അവസാനിപ്പിക്കുന്നു. അപ്പോൾ ഈ ചിറമേൽ ഗ്രൂപ്പിന് എല്ലാവിധ ആശംസകളും. ഇനി ഒരുപാട് വണ്ടികൾ എടുക്കട്ടെ. പിന്നെ നമ്മുടെ ചിറമേൽ ഗ്രൂപ്പിന്റെ ഓണറുടെ പേരെന്താ? അന്തോണി ചേട്ടൻ ഭയങ്കര സപ്പോർട്ടാണ്. അപ്പോൾ അന്തോണി ചേട്ടൻ എല്ലാവിധ ആശംസകളും. ചിറമേൽ ഗ്രൂപ്പിന്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇടുന്നതായിരിക്കും. സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക, ഓട്ടങ്ങൾ കൊടുക്കുക. ഇവര് വളർന്നാലാണല്ലോ നമുക്കും വളർച്ച ഉണ്ടാവുള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.